ശാന്തി. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെയല്ലേ. നമ്മൾ കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും വന്നു അവർക്ക് കൂടെ ഉള്ളത് പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് കഴിക്കുമ്പോൾ ഒരു പക്ഷേ പകുതി വയറ് നിറഞ്ഞുള്ളൂ എങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് അനുഭവിക്കുന്ന ആനന്ദം അതൊന്ന് വേറെ തന്നെയല്ലേ. ഒറ്റ മിഠായി പങ്കുവെച്ച് നമ്മൾ 2 കൂട്ടുകാർ കഴിക്കുമ്പോൾ ആ മിഠായിയുടെ മാധുര്യം ഒന്ന് കൂടുന്നതായി തോന്നാറില്ലേ. ശരിക്കും ഷെയറിങ്ങിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ശക്തിയായി പലപ്പോഴും നമ്മുടെ കൂടെ പ്രവർത്തിക്കുക. ഞാൻ ഇന്ന് ഒരു പാവപ്പെട്ടവൻ്റെ കഥ ഓർത്തു പോവുകയാണ്, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഒരു പാവപ്പെട്ട ആൾ, അയാൾക്ക് ദിവസത്തിൽ അയാളുടെ എന്ത് കർമ്മദോഷമായിരുന്നോ എന്ന് അറിഞ്ഞുകൂടാ, ഒരു ചപ്പാത്തിയെങ്കിലും പൂർണ്ണമായിട്ട് കഴിച്ച ഒരു ദിവസം അയാൾക്ക് ഓർമ്മയില്ല. 1-2 കഷ്ണം ചപ്പാത്തി ഒരു ദിവസം കിട്ടിയാലായി. അങ്ങനെ പട്ടിണി കൊണ്ട് കഷ്ടപ്പെട്ട് അയാൾ തൻ്റെ ഭിക്ഷയാചിച്ചു കൊണ്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരിക്കൽ അയാൾ ഭിക്ഷയാചിക്കാനിരിക്കുന്ന സമയത്ത് അതിലൂടെ ഒരു മഹാത്മാവ് അയാളുടെ അടുത്തൂടെ കടന്നു പോവുകയാണ്. ഇത് കണ്ടപ്പോൾ ഈ ഭിക്ഷക്കാരൻ ആ മഹാത്മാവിൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ വയറ് നിറച്ചൊരു നേരം ആഹാരം കഴിക്കാൻ പോലുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടിയില്ലല്ലോ. ഇത്ര മഹാൻ പാപം ഞാൻ എന്താവോ ചെയ്തത്, ഇനി എത്ര ദിവസം ഞാനിങ്ങനെ കഷ്ടപ്പെടണം, ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. ആ മഹാത്മാവ് ഒരു 2 മിനിറ്റ് സമയം കണ്ണുകളടച്ചു, അങ്ങനെ ധ്യാനത്തിൽ മുഴുകി. അത് കഴിഞ്ഞ ശേഷം കണ്ണു തുറന്ന് പറയുകയാണ്, നിൻ്റെ ഒരു മഹാൻ പാപകർമ്മത്തിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. എന്താണെങ്കിലും ശരി, ഒരു 20 ചപ്പാത്തി കൂടി മാത്രമാണ് ഈ ജന്മത്തിൽ നിൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുള്ളൂ, അതിനേക്കാൾ കൂടുതലൊന്നും എഴുതിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഇയാളൊരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ്, 20 ചപ്പാത്തി എഴുതിയിട്ടുണ്ടോ എൻ്റെ വിധിയിൽ? എന്നാൽ ഞാനൊരു പാപിയാണ്, അങ്ങൊരു മഹാനാത്മാവല്ലേ, അങ്ങൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ ആ ചപ്പാത്തി 20 എണ്ണം ഒന്നിച്ച് വരാനുള്ളതായിട്ടുള്ളൊരു കൃപ അങ്ങ് കാണിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ സന്യാസി പറയുന്നത്, എന്ത് മണ്ടത്തരമായി പറയുന്നത്, ആ 20 ചപ്പാത്തി ഒന്നിച്ച് കഴിച്ചു എന്ന് വെച്ചാൽ അതോടുകൂടി നിന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഫുഡ് കിട്ടാനില്ല, നീ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയും, പട്ടിണി കിടന്ന് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, എന്നാലും ഒരിക്കലെങ്കിലും വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് എനിക്ക് മരിക്കാമല്ലോ, സാരമില്ല, എനിക്ക് ആ 20 ചപ്പാത്തി ഒന്നിച്ച് വാങ്ങിത്തരാൻ പറയും. അങ്ങനെ തൻ്റെ കണ്ണുകൾ അടച്ചു, അദ്ദേഹം ധ്യാനത്തിൽ കുറച്ച് നേരം മുഴുകിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ 20 ചപ്പാത്തിയുമായിട്ട് ഈ സന്യാസി ഈ ഭിക്ഷക്കാരൻ്റെ അടുത്ത് വന്ന് അയാളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഈ ഭിക്ഷക്കാരൻ സന്തോഷം കൊണ്ട് 20 ചപ്പാത്തി ഒന്നിച്ച് തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അയാൾക്ക് സന്തോഷം കൊണ്ട് ഈ ലോകം മുഴുവൻ കീഴടക്കിയ പോലെ തോന്നിപ്പോവുകയാണ്. അത്യാർത്ഥിയോട് കൂടിയിട്ട് ഒരു ചപ്പാത്തി എടുത്തു, ചവച്ചരച്ച് നന്നായി ആസ്വദിച്ച് കഴിച്ചു. ഒരെണ്ണം മുഴുവൻ കഴിഞ്ഞു, രണ്ടാമത്തെ കഷ്ണം എടുത്തു, 1.5 കഷ്ണം എടുത്തു. 1/2 കഷ്ണം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് ദിവസം 1 കഷ്ണം 2 കഷ്ണം ചപ്പാത്തി കഴിക്കുന്ന ആളല്ലേ, ഒരു ചപ്പാത്തി അങ്ങ് പൂർണ്ണമായപ്പോൾ തന്നെ ഏതാണ്ട് വിശപ്പായി. അത് രണ്ടാമത്തെ ചപ്പാത്തി പകുതിയാകുമ്പോഴേക്കും വയറ് നിറഞ്ഞു തുടങ്ങി. അയാളുടെ ആ കഴിക്കാനുള്ള ആഹാരത്തോടുള്ള ഇഷ്ടം കൊണ്ട് 2 ചപ്പാത്തി മുഴുവൻ കഴിച്ചു. അപ്പോഴത്തേക്കും വയറ് ഫുൾ, ഇനി ഒന്നും പോവില്ല എന്നുള്ള അവസ്ഥ. അപ്പോൾ അയാളുടെ കയ്യിൽ 18 ചപ്പാത്തി ബാലൻസാണ്. ഇയാൾ ചപ്പാത്തി ഇങ്ങനെ ആർത്തിയോട് തിന്നുന്നത് കണ്ടപ്പോൾ ഈ മഹാത്മാവ് വിചാരിച്ചു, പാവം ഇതോടെ എല്ലാം കഴിഞ്ഞു, ഞാൻ പോട്ടെ ഇവിടെ നിന്ന് എന്ന് കരുതി അയാൾ വന്ന വഴിക്ക് അയാൾ പോവുകയും ചെയ്തു. അങ്ങനെ ഇയാൾ ഈ 2 ചപ്പാത്തി തിന്നു കഴിഞ്ഞ ശേഷം 18 ചപ്പാത്തി കയ്യിൽ പിടിച്ച് ആലോചിക്കുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഈ ചപ്പാത്തി കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം, അത് കേടായി പോരുതല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ അതിലെ ഒരാൾ ഇതുപോലെ വന്ന് ചോദിക്കുകയാണ്, എനിക്ക് വിശന്നിട്ട് വയ്യ, ഒരു ചപ്പാത്തി തരുമോ എന്ന് ചോദിക്കുകയാണ് ഇയാളോട്. അപ്പോൾ ഇയാൾ പറയും, 1 ചപ്പാത്തി തരാം, ഞങ്ങൾക്ക് 2 ചപ്പാത്തി തരാൻ, കഴിച്ചു, വയറ് നിറച്ച് കഴിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ 1 ചപ്പാത്തി നിന്ന് മറ്റേ ചപ്പാത്തി കടിച്ചുകൊണ്ട് ഇയാളുടെ അടുത്ത് നിന്ന് നടന്ന് മറിഞ്ഞു. അയാൾ അപ്പുറത്ത് പോയിട്ട് ഇതുപോലെ വിശപ്പിൽ നിന്ന് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു, അവരോട് പോയി പറഞ്ഞു, നോക്ക് അവിടെ ചപ്പാത്തി വിതരണം നടക്കുന്നുണ്ട് എന്ന്. ഉടനെ കേട്ട ആ വിശന്ന് പൊരിഞ്ഞ് നിൽക്കുന്നതായിരിക്കുന്ന ആൾക്കാർ ഓരോരുത്തരായി വന്നു, ഇയാൾ കൊടുത്തു കൊണ്ടുവരുന്നു. ഈ 18 ചപ്പാത്തിയും അയാൾ ദാനം കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിലൊന്നുമില്ല പിന്നെ അടുത്ത നേരത്തെ കഴിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ യാത്രികരായി വന്ന ആരോ ഒരാൾ ഇയാൾക്ക് കുറേ ചപ്പാത്തി കൊണ്ടു കൊടുത്തു. അയാൾ അതും അതെ വയറ് നിറച്ച് സന്തോഷത്തോടെ കഴിച്ചു. എന്തായാലും എൻ്റെ ചപ്പാത്തി പോയിട്ടില്ല എന്ന് പറഞ്ഞ് 2 ചപ്പാത്തി അയാൾ അതെടുത്ത് കഴിച്ചു, വയറ് ഫുള്ളായി. വീണ്ടും ഇതുപോലെ തന്നെ കുറേ പേര് വന്നു, അവർക്കൊക്കെ അയാൾ ഈ ചപ്പാത്തി ദാനം കൊടുത്തു. ഇതൊരു പതിവായി. പലരും വരും, ഇയാൾക്ക് ആഹാരം കൊടുക്കും, അയാൾ ആവശ്യത്തിന് കഴിക്കും, മറ്റുള്ളവർക്ക് ദാനം കൊടുക്കും. ഓരോ ദിവസവും അയാളുടെ അടുത്ത് നിന്ന് ആഹാരം കഴിക്കാൻ വരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു, അയാൾക്ക് കിട്ടുന്ന ആഹാരത്തിൻ്റെ അളവും കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ അയാളൊരു ദിവസം വിചാരിച്ചു, ഈ ഇരിക്കുന്ന ആൾക്കൊക്കെ കഴിക്കാൻ വിധം ഒരു ഷെഡ് ഉണ്ടാക്കാം,
അങ്ങനെ പറഞ്ഞപ്പോൾ ദിവസവും ആഹാരം കഴിക്കാൻ കിട്ടുന്ന കുറേ ആൾക്കാർ ഇയാളെ കൂടാൻ തയ്യാറായി. ഒരു കാലിയായ സ്ഥലത്ത് ഒരു ഷെഡ് ഉണ്ടാക്കി, എല്ലാവർക്കും ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള സംവിധാനമാക്കി. ഇയാളുടെ അടുത്തേക്ക് പലരും ആഹാരം കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. ആ ആഹാരം ഇയാൾ വരുന്നവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അയാൾ സ്ഥിരം മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുന്ന ഒരാളായിട്ട് മാറി. 1 മാസം 2 മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഏതാണ്ട്. ആ പോയ മഹാത്മാ തിരിച്ച് തൻ്റെ തീർത്ഥാടനം കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ വിചാരിക്കും ഇയാൾ പട്ടിണി കിടന്ന് മരിച്ചുണ്ടാവുമോ എന്തോ അറിയില്ല, ഒന്ന് നോക്കിയിട്ട് പോവാം എന്ന് കരുതി ഇയാൾ ഇരുന്ന് ആ സ്ഥാനത്തേക്ക് വരികയാണ്. കാണുമ്പോൾ അതിനടുത്തായിട്ടൊരു ഷെഡ്. ആ ഷെഡിൽ നിന്ന് ഇയാൾ എല്ലാവർക്കും ഫുഡ് ദാനം കൊടുക്കുന്നതാണ് കാണുന്നത്. അത്ഭുതത്തോടെ ആ മഹാത്മാവ് ഇയാളോടൊന്ന് ചോദിക്കുകയാണ്, ഞാൻ എന്താ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത്? ഞാൻ നോക്കുമ്പോൾ നിൻ്റെ വിധിയിലാകെ 20 ചപ്പാത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്. പിന്നെ നിനക്ക് എങ്ങനെ ഇത്രയധികം ഫുഡ് കിട്ടി? എങ്ങനെയാണ് ഈ ഷെഡ് ഉണ്ടാക്കി? എന്തൊക്കെ ചെയ്തു? ഇതൊക്കെ എങ്ങനെ പറ്റിയെന്ന് പറയുകയാണ്. ഇയാൾ തൻ്റെ കഥ പറയും. അന്ന് ഞാൻ 18 ദാനം കൊടുത്തു. അറിയില്ല, അന്ന് വൈകുന്നേരമായപ്പോൾ വേറെ കുറേ ചപ്പാത്തി എനിക്ക് കിട്ടി, അതും ഞാൻ ദാനം കൊടുത്തു. അങ്ങനെ ആളുകൾ എൻ്റെ അടുത്ത് കൊണ്ട് തന്നുകൊണ്ടിരുന്നു, ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. കഴിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു, തരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു പലരും, ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന്. ഇതുതന്നെയാണ് ദാനത്തിൻ്റെ പുണ്യവും. നമ്മുടെ കയ്യിലുള്ളത് എന്തോ അത് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് വേണ്ടതെന്തോ അത് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായിക്കുക എന്നുള്ളത്, നമ്മുടെ കയ്യിൽ ഉള്ളതെന്തോ അതിനെ അല്പം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളത്, അത് ഒരുപാട് പുണ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കൊടുക്കുന്ന സമയത്ത് ഏതോ ഒരാൾക്ക് ഇത് കേട്ടു, ഉടനെ തന്നെ മറ്റൊരാൾക്ക് പൈസ കൊടുത്തു, അയാൾ ആ പൈസയും കൊണ്ടുപോയിട്ട് കള്ളു കുടിച്ചാൽ അതിൻ്റെ കണക്കും നിങ്ങൾക്ക് വരും. പാത്രത്തിന് വേണം ദാനം കൊടുക്കാൻ. അതുകൊണ്ട് യോഗ്യത നോക്കി അർഹിക്കുന്നവർക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്ത് സാധനമാണെങ്കിലും കൊടുക്കും തോറും അത് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതൊരു നിധിയെ പോലെ നിരന്തരമായി നമ്മുടെ അടുത്തേക്ക് ഒഴുകി വരുന്നതാണ്. അതുകൊണ്ട് ആ സത്യം മനസ്സിലാക്കി നമ്മൾ ഈ ഭൂമിയിൽ വന്നത് തന്നെ മറ്റുള്ളവരുമായി പങ്കുവെക്കാനാണ്. സ്നേഹം പങ്കുവെക്കാൻ, ശാന്തി പങ്കുവെക്കാൻ, ആനന്ദം പങ്കുവെക്കാൻ, നല്ല ഗുണങ്ങളെ പങ്കുവെക്കാൻ, നമുക്കുള്ളതെന്തോ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ. കൊടുക്കും തോറും ജീവിതം ആനന്ദഭരിതമാകും. അത്തരത്തിൽ ആനന്ദഭരിതമായ ജീവിതം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.